വംബസ്ത്വം കിമു വേച്ചി മന്മദരസം ജനാത്യയം ദേവാദി. സ്വാമിൻ സത്യമേദം നഹി പ്രിയതമേ സത്യം കുതക്കാമിനാ ഇത്യേവം ഹരജന്നവി ഗിരിസുധാ സഞ്ചൽപിതം പാദുവാ. ഇത്യേവം ഹരജാഹ്നവി ഗിരിസുധാ സഞ്ചൽപിതം. ഇത്യേവം ഇപ്രകാരത്തെങ്കിലുള്ള ഹരജാഹ്നവി ഗിരിസുതമാരുടെ സഞ്ചൽപിതം ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. അതെങ്ങനെയാണ് ആ സംഭാഷണം ഉണ്ടായത് എന്നാണ് വെച്ചാൽ, ഒരു ദിവസം ഭഗവാൻ സാക്ഷാൽ സ്വാമി ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ ഇങ്ങനെ വസിക്കണ സമയം, ആ കൈലാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഇരിപ്പ് എങ്ങനെയാ വെച്ചാൽ, ഒരു തൊടയില് പാർവതി ദേവി ഉണ്ട്, മറുതൊടയില് ഉണ്ണി ഗണപതി. രണ്ടുപേരെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ടാണ് രണ്ടുപേരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ തോളത്ത് കഴിയിട്ട് ഭഗവാൻ ഇങ്ങനെ മരണത്. അങ്ങനെ ഇരിക്കണ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഭഗവാൻ ഒരു തലവേദന അനുഭവപ്പെട്ടു. ഭഗവാന് തലവേദനയോ? മനുഷ്യർക്കൊക്കെ തലവേദന ഉണ്ടാവൂലേ, ഭഗവാന് തലവേദന ഉണ്ടാവാൻ വഴിയുണ്ടോ? ഇല്ലേ, ഉണ്ടായി. അതെങ്ങനെയാ ഭഗവാന് തലവേദന ഉണ്ടായത്? ഭഗവാന് തലവേദന എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാലേ, ഈ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നാണ് വെച്ചാൽ, ഭഗവാന്റെ തിരിച്ചടയുണ്ടല്ലോ, ഈ തിരിച്ചടയുടെ അകത്ത് ഒരുത്ത് കയറി ഇരിപ്പുണ്ട്. ആരാത്? ഗംഗ. ഗംഗ ഈടോ ചില സാധനങ്ങൾ തലയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ഇരിക്കുന്നു ഇല്ലേ? തോന്നല്ലേ? എങ്ങനെ നേരെ നോക്കി ചിരിക്കണ്ട, വീട്ടിൽ ചെന്നാൽ കിട്ടും, അപകടമാവും. അങ്ങനെ ഇപ്പൊ പറയണ്ട. ഇല്ല, അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ തലയിൽ കയറി കഴിഞ്ഞാൽ തലേന്ന് ഒഴിഞ്ഞും പോവില്ല, ഭയങ്കര തലവേദന ഇരിക്കുന്നു. ഗംഗ തലയിൽ കയറിയിട്ടുണ്ടായ തലവേദനയാണോ വെച്ചാൽ അങ്ങനെ ഉണ്ടായതല്ല. പിന്നെയോ തലവേദന ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ, ഭഗവാന്റെ മടിയിലാണല്ലോ പാർവതി ദേവി ഇരിക്കുന്നത്. ഈ മടിയിലിരുന്ന് ഈ പാർവതി ദേവിയും ഭഗവാനും തമ്മിൽ കാണിക്കുന്ന ഗോഷ്ടി മുഴുവൻ തലയിലിരുന്ന് കാണേണ്ട ഗതികേടാണ് ഗംഗയ്ക്ക്. ഇത് മാത്രമല്ല, പാർവതി പരിണയം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗംഗ. അപ്പൊ ഗംഗയ്ക്ക് തലയിലിരുന്ന് ഇതൊക്കെ കാണുകയും വേണം, ഭഗവാന്റെ ഗോഷ്ഠികളൊക്കെ കാണുകയും വേണം, മനോവിഷമം അനുഭവിക്കുകയും വേണം. എന്താ? ഭർത്തൃസുഖം ലഭിക്കുന്നില്ലല്ലോ. ഈ ഭർത്തൃസുഖം ഇല്ലാണ്ട് വന്നാൽ സ്ത്രീകൾക്കൊരു കുഴപ്പമുണ്ടെന്നാണെന്നറിയാവോ? എന്നാ ചാടിപ്പോ അനുഭവം ഉണ്ടെന്നാ തോന്നണേ. ചാടിപ്പോയിന്നാ തോന്നുന്നു. ചാടിപ്പോയോ? ഇല്ല. എന്നാ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. എന്നാ ഭർത്തൃസുഖം ഇല്ലാണ്ട് വന്നാൽ ചാടിപ്പോക്കല്ല, അതിലും വലിയൊരു കാര്യമുണ്ട്. എന്താ അത്? ഈ സ്ത്രീകൾക്ക് ഭർത്തൃസുഖം ഇല്ലാണ്ട് വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും, അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. വഴികൾ ആരെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വ്യത്യാസമല്ല, ചീത്ത പറയാ. ആരെ കണ്ടാലും തല്ലാൻ ചെല്ല, ആരെ കണ്ടാലും ചീത്ത പറയാ. ഈ പുലിയൊക്കെ പെറ്റ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? അതുപോലുള്ള അവസ്ഥയായി ഈ ഭർത്തൃസുഖം കിട്ടാത്ത സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇരുന്നാ ഇരിപ്പുറക്കില്ല, ദേഷ്യം. എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ നടക്കാൻ അതിൻ്റെയൊക്കെ പോക്കണ്ട. എന്താ വേണ്ടെന്ന് ആലോചിച്ചാൽ നടക്കണത്. അങ്ങനെ ഈ ഗോഷ്ഠിയൊക്കെ കണ്ട് മനസ്സുഖം ഇല്ലാണ്ട് വന്നപ്പോ ഗംഗ വിചാരിച്ചു, ഭഗവാൻ എന്നെ ഒന്ന് നോക്കട്ടെ, എന്നെ ഒന്ന് പരിഗണിക്കുമെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ആ തിരിച്ചടയുടെ അകത്തിരുന്ന് ആ മുടിയുടെ ഇടയിൽ പിടിച്ചൊരൊറ്റ വലി പിടിച്ചു. ആ മുടിയിൽ പിടിച്ചു വലിച്ചപ്പോ അറിയാണ്ട് കൈയൊന്നും ഇങ്ങനെ തലയിലേക്ക് പോയി. തലയിലേക്ക് പോയപ്പോ പാർവതി നോക്കി നേരെ. എന്താ ഭഗവാനെ? ഒന്നുമില്ല. കൈ താത്തിയിട്ടു. എന്താ? ഈ പാർവതിക്ക് മാത്രമല്ല, സകല സ്ത്രീകൾക്കും ഒരു അപൂർവമായിട്ടുള്ളൊരു കഴിവുണ്ട്. എന്താ? ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലിരിപ്പ് കണ്ടുപിടിക്കും അല്ലേ? കണ്ടുപിടിക്കും ഉറപ്പാ. ആ പുരികക്കൊടിയുടെ ഒരു ചലനം മതി കണ്ടുപിടിക്കാനായിട്ട്. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഭർത്താവ് തൊഴിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാര് സ്വതേ ഒരു പരിശോധന ഉണ്ട് ഇല്ലേ? പരിശോധിച്ചിട്ടില്ലേ? പിന്നെ ഇഷ്ടം പോലെ. എങ്ങനെയാ പരിശോധിക്കുക? പുറകെ വരും, എന്നിട്ടോ ഒന്നും മണം പിടിക്കുക ഇല്ലേ? മണം പിടിച്ചിങ്ങനെ പുറകെ നടക്കും. ഏതെങ്കിലും വഷള മണം കിട്ടിയ ഏതാ ഈ മണം? താൻ എവിടെയാ പോയത്? അന്ന് പറയാ. ഇത് പണ്ടുള്ള കാര്യം. ഇപ്പം അങ്ങനെ പരിശോധന ഒന്നുമില്ല, മണം പിടുത്തൊന്നും ഇല്ല. അപ്പോൾ ഉണ്ടോ? ഇല്ല.
ഇപ്പം മണം പിടുത്തൊന്നുമില്ല. എന്നാൽ പരിശോധന അതുണ്ട്. അതെങ്ങനെയാ പരിശോധിക്കുക? അറിയില്ലേ? നീ അറിയാനുള്ള പരിപാടിയില്ല, ഉണ്ണിമാങ്ങ പരിപാടി. എത്ര ഈ സമയത്ത് പരിശോധനയുടെ പരിപാടി അറിയാത്തില്ല. എന്നാൽ അറിയാതെ അവനോട് ചോദിച്ചറിയാം. എങ്ങനെയാണോ പരിശോധന? പരിശോധിക്കാറുണ്ടോ? കലഹം ഉണ്ടാവാറുണ്ടോ? വീട്ടിൽ കലഹം ഉണ്ടാവാറുണ്ടോ? ഇത് കലഹം ഇല്ലെങ്കിൽ താനൊന്ന് സൂക്ഷിക്കണത് നല്ലതാ. എന്താ കലഹം ഇല്ലെങ്കിൽ അവളൊക്കെ എപ്പോഴാണ് കഷായം കലക്കി തരിക എന്ന് പറയാൻ പറ്റില്ല. കലഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വന്ന ഭദ്രകാളി തുള്ളി അങ്ങോട്ട് പൊക്കോളും. കലഹമൊന്നും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരെണ്ണം കലക്കി തരും. പരിശോധന ഉണ്ടോ? ആ കലക്കി തരാമെന്ന് പറയണത് കണ്ട. പരിശോധിക്കാറുണ്ടോ? എന്താണോ തൊഴിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആ സാധനങ്ങൾ മേടിക്കും. എന്താ കീശ കിടക്കണ സാധനം അത് ഞാൻ അതിങ്ങനെ തോണ്ടി നോക്കും. ആർക്കെങ്കിലും രഹസ്യ സന്ദേശം അയച്ചിട്ടുണ്ടോ? വലിയ നോക്കാറില്ലേ? സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ കുടുംബകലഹം ഉറപ്പാണ്. ഇപ്പോഴും ഉണ്ട് പരിശോധന. പരിശോധന ഇല്ലാതെ ഇല്ല. പാർവതി ദേവിക്കാണെങ്കിൽ അപൂർവമായിട്ടുള്ള കഴിവ് എന്താത്? ആ മനസ്സിൽ വിചാരിച്ചങ്ങനെ കാര്യം മുഖത്ത് നോക്കി കണ്ടുപിടിക്കും. ഭാര്യമാരുടെ കഴിവാ, അപൂർവമായിട്ടുള്ള കഴിവാ. എന്നാ ഭർത്താവ് വിഷമിച്ച് തൊഴിലൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് ക്ഷീണിച്ച് ബുദ്ധിമുട്ടിയൊക്കെ വരുമ്പോൾ ഒരു ഭാര്യയും ആ വിഷമമൊന്നും കണ്ടുപിടിക്കാറില്ല. എന്താ അതില്ല. ചുറ്റിക്കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ വഴിയിൽ നിന്ന് വരുമ്പോൾ തന്നെ കണ്ടുപിടിക്കാം. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്നെന്തോ ചുറ്റിക്കളി കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? അത് കണ്ടുപിടിക്കാൻ ഭയങ്കര കഴിവാണ്. പാർവതി ദേവിയുടെ മുഖത്ത് നോക്കി ഒന്ന് പുരുക ഒന്ന് ചലിപ്പിച്ചാൽ ഗംഗ മുടിയിൽ പിടിച്ച് വലിച്ചേക്കണ കാര്യം മനസ്സിലാവും പാർവതിക്ക്. അതുകൊണ്ട് ഭാവവ്യത്യാസം ഒന്നും ഇല്ലാണ്ട് അവിടെ എങ്ങനെ ഇരുന്നു. ഭാവവ്യത്യാസം ഇല്ലാണ്ടിരുന്നപ്പോൾ ഗംഗ വിചാരിച്ചു, ഞാൻ ജടയിൽ പിടിച്ച് വലിച്ചത് അറിഞ്ഞില്ലിരിക്കോ? ഇത് നോക്കണ പോലും ഇല്ലല്ലോ. ഒന്നോടെ നോക്കാം. വീണ്ടും പിടിച്ചു വലിച്ചു. അയ്യാ തലവേദന. വീണ്ടും കൈ ഇങ്ങനെ തലയിലേക്ക് പോവാ. തലയിലേക്ക് പോകുമ്പോഴാണ് പാർവതി ഇത് കാണുന്നത്. ഭഗവാൻ എന്താ തലയിൽ എന്താ പറ്റിയത്? തലവേദന ഉണ്ടോ? ജലദോഷം? ജലദോഷം ഉണ്ട്. എന്താ ജലത്തിൻ്റെ ദോഷമാണ്. തലയിലിരിക്കുന്ന ജലം ഉണ്ടല്ലോ, അതിൻ്റെ ദോഷമാണ്. അതുകൊണ്ടാ. അല്ല എന്തെങ്കിലും മരുന്ന് ഞാൻ പുറത്ത് ഒന്നും വേണ്ട. പാർവതി തലവേദനയ്ക്കൊക്കെ കുറവുണ്ട്, ശമനമുണ്ട്. നീ ചോദിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും തലവേദന കൂടുക. അല്ല എന്തെങ്കിലും ഞാൻ വേണ്ട, ഒന്നും വേണ്ട. ഭഗവാൻ വീണ്ടും ഇങ്ങനെ അനങ്ങാണ്ടിരുന്നു. അപ്പോൾ ഗംഗയ്ക്ക് തോന്നി ഞാൻ വലിച്ചത് അറിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വലിയ ഇങ്ങോട്ട് കൊടുക്കും. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. എന്നിട്ടും പാർവതിയെ ഇറക്കി വിടാനുള്ള പരിശ്രമമൊന്നും ഇല്ലേ? അങ്ങനെ പരിശ്രമമൊന്നും ഇല്ല. അത് കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് തോന്നി, എന്നാ ഇവളെ ഇറക്കി വിടുമെന്നൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആ ജടയിൽ പിടിച്ച് വലിച്ച് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഒരു ലക്ഷ്യം കഴിഞ്ഞ് എന്നെ ഇറക്കിയാലേ താഴ്ത്തു വിടുള്ളൂ എന്ന് വിചാരിച്ച് ആ മുടിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന് ഭയങ്കരമായിട്ടുള്ള കലശലായിട്ടുള്ള തലവേദന. ഈ തലവേദന ഒഴിവാക്കാൻ എന്താ മാർഗമുള്ളതെന്ന് ചിന്തിച്ചു. പാർവതി ഇറങ്ങിപ്പോയ തലവേദന ഒഴിവാക്കാം.